ഏതൊരു ഗുണ്ടായുസത്തെയാണോ CPM-ന്റെ ഗുണ്ടായുസത്തെയാണോ മമത എതിർത്തിരുന്നത്, അതേ ഗുണ്ടായുസത്തിൻ്റെ വക്താക്കളായിട്ട് നമുക്കറിയാം. 1990-കളിലൊക്കെ CPM വളരെ ഏറ്റവും ബംഗാളിനെ നാണക്കേടുണ്ടാക്കിയ ഒരുപാട് അക്രമങ്ങളൊക്കെ, ൂറിൽ മാത്രമല്ല ഒരുപാട് അക്രമങ്ങൾ, കൂട്ടക്കൊലകൾ, മാരിച്ചാക്കലകൾ, അതിനു മുമ്പും 67-ലൊക്കെ അല്ല 70s-ന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. CPM അധികാരത്തിന് വരുന്നതിന് മുമ്പും അവർ നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർക്കെതിരെ അക്രമം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടത് 1970-ൽ 3 ആരോഗ്യ ഡോക്ടർമാർ, അതായത് അവർ പിന്നെ യൂണിസെഫിൻ്റെയും WHO-യുടെ ഒക്കെ ആളുകളായിരുന്നു. കാരണം ഇവരുടെയൊക്കെ ഫണ്ട് കൊണ്ടാണ് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തിലെ ഫണ്ട് അടിച്ചു മാറ്റിയതിൻ്റെ രേഖകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരൊരു മെഡിക്കൽ ക്യാമ്പിൽ പോയി വരുന്ന സമയത്ത് 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവരെ ആക്രമിക്കുകയാണ്. എന്നിട്ട് മാനഭംഗപ്പെടുത്തി അതിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നു, മറ്റൊരു ഡ്രൈവറെ കൊലപ്പെടുത്തുന്നു. ആ സ്ത്രീയെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഏറ്റവും സ്ഥിതപ്രജ്ഞയായ ഡോക്ടർ, എത്രയോ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വരെ ബോധം കെട്ട് വീണെന്ന് പറയും. കാരണം അവരുടെ സ്വകാര്യ ഭാഗത്തേക്ക് ടോർച്ച് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. അത്രയും ക്രൂരതയാണ് ചെയ്തത് അന്ന്. പക്ഷേ CPM-ന്റെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി ജ്യോതി ബസുവൊക്കെ അതിനെ അവഗണിക്കണം. അത് അവർ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകാൻ പോകുന്ന ആളുകളെ ചെയ്തു. ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ആർജിക്കർ വിഷയത്തിൽ അത് തന്നെയാണ്. അപ്പം അവിടെ ഇത് മാറുന്നില്ല. BJP വന്നാൽ ഇത് മാറുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.